ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു സ്റ്റൂ ആണ്. അതിനാവശ്യമായത് ഒരു സവോള, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കുരുമുളക് ചതച്ചത്, ഒരു 6 ഏലക്കായ ചതച്ചത്, ഒരു തക്കോലം, 4 ഗ്രാമ്പ്, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ 1 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ഇറച്ചി കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തത്. അത് ഇത്തിരി നെയ്യുള്ള ഇറച്ചി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, ബീഫിന് ടേസ്റ്റ് കൂടും. ഈ ബീഫ് കുക്കറിലേക്കെല്ലാം ഇട്ട് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ആ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് കൂട്ടി തിരുമ്മും. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം അത് നമുക്ക് ആ കുക്കറിൻ്റെ മൂടി അടച്ച് സ്റ്റൗമ്മ വെച്ച് ഒരു 6 വിസിൽ വരെയും കേൾപ്പിക്കുക. അതിനുശേഷം ഒരു 2 ഉരുളൻകിഴങ്ങ് കഴുകി ക്ലീൻ ചെയ്തത് 2ആക്കി നുറുക്കിയതും, ഒരു ക്യാരറ്റും കഴുകി 2ആക്കി നുറുക്കിയത് അത് ചെറിയ കുക്കറിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 3 വിസിൽ വരെ ഇത് കേട്ടാലാണ് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അത് അടപ്പിലേക്ക് വെക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പച്ചവെള്ളത്തിലിട്ട് അതിൻ്റെ ചൂടാറിയ ശേഷം ആ തൊലി നന്നായിട്ട് പൊളിച്ച് കളഞ്ഞ് അത് നന്നായിട്ട് ചെറുതാക്കി നുറുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നത് ഒത്തിരി വലിയ കഷ്ണങ്ങളായി കിടക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ചെറുതാവുമ്പോൾ ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആ ചാറിൽ കുറുകാനും അത് സഹായിക്കും. ഉരുളൻകിഴങ്ങ് നമുക്കിവിടെ അരിഞ്ഞ് വെച്ച ശേഷം നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ബീഫ് വെന്തോന്ന് നോക്കാം. ഈ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാറ്റി വെച്ച ശേഷം നമുക്ക് ബീഫിന് ഇഷ്ടത്തിനാവശ്യമായ തേങ്ങ എടുത്ത് ചിരണ്ട. അതിലൊരു ഉണക്കത്തേങ്ങ, നന്നായി മൂത്ത ഉണങ്ങിയ തേങ്ങ ആയിരിക്കണം ഇഷ്ടത്തിന് എടുക്കേണ്ടത്, എന്നാലാണ് നല്ല പാല് കിട്ടത്തുള്ളൂ. അത് ചിരണ്ടി പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും മാറ്റാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ നെയ്യിട്ടാം. അതിലേക്ക് ഒരു 10-15 കശുവണ്ടി പരിപ്പ് വറുക്കാൻ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് മുന്തിരിയും കൂടെ ഒന്നാത്തിട്ടിട്ട് അതും വറുത്ത് മാറ്റി വെക്കാം. വറുത്ത് മാറ്റിയ ശേഷം ആ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞതും, ഒരു 3-4 അല്ലി വെളുത്തുള്ളി 2ആയി പൊളിച്ചതും, ഒരു തണ്ട് വേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്ന ശേഷം അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ വലിയ ജീരകം ചതച്ചതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, അതായത് ബീഫ് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക.
ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരല്പസമയം നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. ആ ഉരുളൻകിഴങ്ങിലേക്ക് ബീഫിൻ്റെ നെയ്യും ആ ടേസ്റ്റൊക്കെ പിടിക്കാൻ അത് സഹായിക്കും. അത് തുറന്ന ശേഷം നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കുറച്ച് നേരം തിളപ്പിക്കാം. മൂടി വെച്ച് ഇത്തിരി നേരം തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ആ ഉരുളൻകിഴങ്ങ് ഒന്ന് ആ ഗ്രേവിയിലേക്ക് ഒന്ന് ഉടഞ്ഞു ചേരാനൊക്കെ സഹായിക്കും. ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതാക്കുക. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ചാറ് ഒരു കുറുകിയിട്ടൊന്നുമില്ല, വെള്ളം പോലെ ഇരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കാം. ഉപ്പില്ലായിരുന്നെങ്കിൽ ഇല്ല, ഇതിൽ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മ നേരത്തെ കാണിച്ച ആ അണ്ടിപ്പരിപ്പ് കുതിർത്താനിട്ടതാണ്. അതിൽ 2-3 സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതാണിത്. അതൊഴിച്ചാൽ ഇഷ്ടത്തിന് നല്ല കുറുകലും നല്ല ടേസ്റ്റും കിട്ടും. അടുത്തത് നമുക്ക് തലപ്പാൽ, അതായത് 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ചാൽ ആ പാല് പിരിയാൻ സാധ്യതയുണ്ട്. ഒന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഈ പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഒക്കെ അതിനകത്തിട്ടിടുക. അതിനുശേഷം നമുക്ക് അതിലൊരു നുള്ളു പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഇടുന്നത് ഇഷ്ടത്തിന് ഇത്തിരി ടേസ്റ്റ് കൂടുവാനും നല്ല രുചി കിട്ടാനും വേണ്ടിയാണ് പഞ്ചസാര ഇടുന്നത്. ഇത് നല്ല കുറുകിയ ഒരു ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പൊടികളോ ഒന്നും ചേർത്തിട്ടില്ല. മൈദയോ കോൺഫ്ലവർ പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് നല്ല കുറുക്കും ടേസ്റ്റുമായിട്ടുള്ള നല്ല ഇഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് അരച്ച് ചേർത്തതും തലപ്പാലിൻ്റെയൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എപ്പോഴും ഇഷ്ടം നല്ല കുറുക്കോടെ ഇരിക്കണം. അതുകൂടാതെ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ബീഫ് നേരിയ കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പം അതനുസരിച്ച് നെയ്യുള്ള ബീഫ് മേടിച്ച് ഇഷ്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് നല്ല രുചിയുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് അടുത്ത മാസം ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. എല്ലാവരും ക്രിസ്മസിൽ ചെയ്യുന്ന ഒരു പ്രധാന ഡിഷാണ് ഇഷ്ടവും അപ്പമൊക്കെ. ഇഷ്ടവും അപ്പവും ഇഷ്ടവും ബ്രെഡൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല രുചിയും ടേസ്റ്റുമുള്ള ഒരു ഇഷ്ടമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.